ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇംഗ്ലീഷ് ഡിന്നർ റെസിപ്പിയാണ്. ബീഫ് സ്റ്റേക്ക് വിത്ത് ബോയിൽഡ് വെജിറ്റബിൾസ്, ഒനിയൻ ഗ്രേവി ആൻഡ് മാഷ്ഡ് പൊട്ടാറ്റോസ്. ഇത് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ അനിൽ ആൻ്റണി. വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. നമുക്ക് ആദ്യമേ മാഷ്ഡ് പൊട്ടാറ്റോ പ്രിപ്പയർ ചെയ്യാം. കുറച്ച് പൊട്ടാറ്റോസ് ഏകദേശം സെയിം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അത് ഒരു പാനിൽ തണുത്ത വെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് ചേർത്ത് ഏകദേശം 20 മിനിറ്റ് മീഡിയം ഹീറ്റിൽ അടച്ചു വെച്ച് വേവിക്കുന്നു. ഇത് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ച് ഈ പൊട്ടാറ്റോ പീസ് കുത്തി നോക്കുക. അത് ഈസി ആയിട്ട് അതിൽ നിന്ന് ഫോർക്കിൽ നിന്ന് വിട്ടുപോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് കറക്റ്റാണ്. ഇതിനെ നമ്മൾ 20 മിനിറ്റിന് ശേഷം നന്നായിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഡ്രൈ ആയിട്ടുള്ളൊരു പാനിൽ ഇട്ട് മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നു. നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് വാം ആയിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് മാഷ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിത് സീസൺ ചെയ്യണം. ഞാനപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമുക്ക് വളരെ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ് ഈ മാഷ്ഡ് പൊട്ടാറ്റോയ്ക്ക് വേണ്ടത്. ഇനി നമുക്ക് അനിയൻ ഗ്രേവിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ 1.5 സവാള എടുത്തിട്ടുണ്ട്. അതിനെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത ഈ അനിയൻ പീസസ് ഞാൻ വളരെ ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഇടുന്നു. ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. നമുക്കൊരു കാരമലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ചേർക്കാതെ ഇത് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടർ നമ്മൾ ആ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം പഞ്ചസാര, അല്പം ഉപ്പ് ഇവ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ബീഫ് സ്റ്റോക്ക് വേണം. അപ്പോൾ ബീഫ് സ്റ്റോക്കിന് ഞാൻ ബീഫ് സ്റ്റോക്കിൻ്റെ ക്യൂബ്സാണ് യൂസ് ചെയ്യുക. അത് നല്ല ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ ഈ പാനിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം വോസ്റ്റർഷെയർ സോസ് ഒഴിക്കുകയാണ്. ഇതില്ലാത്ത ആൾക്കാർ അല്പം വിനാഗർ ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബാലൻസ് ആണോ ഇല്ലെന്ന് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഗ്രേവി തിക്കാകാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 2 സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ ചേർക്കുന്നു. ഇവിടെ UK ഇപ്പം ഓട്ടം സീസണാണ്, ഇലപൊഴിയും കാലം. വളരെ മനോഹരമാണിത് കാണാൻ. ഇലകളൊക്കെ നല്ല മഞ്ഞ കളറിലാണ് മരങ്ങളുടേത് ഇവിടെ നിൽക്കുക. ഇപ്പോൾ ഈ കാഴ്ച കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് വരിക. ഇനി നമുക്ക് ബീഫ് സ്റ്റേക്ക് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 2 ടൈപ്പ് ബീഫ് സ്റ്റേക്കാണ് എടുത്തിരിക്കുന്നത്. റിബൈ സ്റ്റേക്കും അതുപോലെ തന്നെ സിർലോയിൻ സ്റ്റേക്കും. ഇത് ബീഫിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് ഈ കട്ട് വരിക എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനതിൻ്റെ ഒരു പിക്ചർ ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് കണ്ടു മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ അല്പം ഒലിവ് ഓയിൽ
കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ ബീഫ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും സ്റ്റേക്ക് ഏത് രീതിയിൽ കുക്ക് ചെയ്യണം, അതിന് മീഡിയം റെയർ വേണോ, മീഡിയം വേണോ, വെൽഡൺ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ മീഡിയം റെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുവ് ഭാഗത്തായിട്ട് നല്ല പിങ്ക് കളർ ഉണ്ടാവും. ഇനി മീഡിയം ആണെന്നുണ്ടെങ്കിൽ അല്പം കൂടി 2 സൈഡും വേവിച്ചിട്ടുണ്ടാവും, നടുക്ക് അപ്പോഴും ഒരു പിങ്ക് കളർ ഉണ്ടാവും. ഇനി വെൽഡൺ ആണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുക്ക് ചെയ്യായിരിക്കും. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കുക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, ഒരു ബ്രൗൺ കളറിലായിരിക്കും ആ മീറ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റും ബ്രോക്കലിയുമാണ്. നല്ല തിളച്ച വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് ഞാൻ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമുക്ക് അധികം സമയം വേകേണ്ട കാര്യമില്ല. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം നമ്മൾ കുക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് വെജിറ്റബിൾസിൻ്റെ എന്താ പറയുക, അതിൻ്റെ ക്രഞ്ചിനെസ്സും അതിൻ്റെ കളറും ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 മിനിറ്റിന് ശേഷം ഞാൻ ഐസ് വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഐസ് വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നമുക്കൊരു പാനിൽ അല്പം ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ബീഫ് സ്റ്റേക്സ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെൽഡണ്ണായിട്ടാണ് ചെയ്യുക. 2 സൈഡ് ഞാൻ ഏകദേശം ഒരു 2.5 മിനിറ്റ് വീതം ആണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ക്രഷ്ഡ് ആയിട്ടുള്ള ഗാർലിക് ചേർത്ത് കൊടുക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് റോസ്മേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ അല്പം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, കാരണം ഈ മീറ്റ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിൻ്റെ എല്ലാ കമ്പോണൻസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബീഫ് സ്റ്റേക്ക് റെഡിയാണ്, ബോയിൽഡ് വെജിറ്റബിൾസ് റെഡിയാണ്, മാഷ്ഡ് പൊട്ടറ്റോ റെഡിയാണ്, നമ്മുടെ അനിയൻ ഗ്രേവിയും റെഡിയാണ്. അപ്പോൾ അത് നമുക്കിനി അത് പ്ലേറ്റ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.